വ്യൂ കണ്ടോ നിങ്ങൾ? നമ്മളിപ്പോൾ ജുദാക്ക തലാബിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി അതേ വഴി ഒന്ന് കാണിച്ചു. ഈ വഴിയാണ് നമുക്ക് ജുദാക്ക തലാബിലോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം 700 ജുദാക്ക തലാബ് എന്ന് വെച്ചാൽ ജുദായുടെ ലേക്ക്. അപ്പോൾ അത് ആക്ച്വലി ഫ്രോസൺ ആയിട്ടുള്ള ലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഗേറ്റേഴ്സ് വേണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന നേരത്ത് സമ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ കാലിൽ ഷൂവിലായിട്ട് ഒരു ഗേറ്റർ പോലത്തെ സാധനം, ഗേറ്റർ ക്രാമ്പ് എന്നാണ് അതിന്റെ പേരെന്നറിയില്ല, ഗേറ്റർ മറ്റേ ഒരു ചങ്ങല പോലത്തെ സാധനം മഞ്ഞിൽ തെന്നാണ്ടിരിക്കാൻ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആദ്യം സിരാജ് പറഞ്ഞു നമുക്കത് പോയി നോക്കിയാലോ 15 മിനിറ്റ് കൊണ്ട് എത്തുമോ. അപ്പൊ ആള് പറയും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഉദ്ദേശം എനിക്ക് കിഴപ്പുണ്ടെങ്കിൽ താഴെ കുറെ ടെന്റുകളുണ്ട്. താഴെ കുറെ സിംഗിൾ ഷെയറിംഗ് 2 ഷെയറിംഗ് ടെൻസ് ആണെന്ന് തോന്നുന്നു. അത് വേറെ പാക്കേജ് ആണ്. നമുക്ക് കിട്ടിയത് 4 ഷെയറിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 3 ഷെയറിംഗിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരാണെന്ന് കിടക്കാൻ പോകുന്നത്. ഒടുക്കത്തെ തണുപ്പാട്ടോ, എന്ത് പറഞ്ഞാലും അറിഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ വീട്ടിൽ കിടന്ന ഇതിലും നല്ല സുഖമായിരുന്നു. ഇവിടെ നിറച്ച് മഞ്ഞാണ് കേട്ടോ, ഇവിടെ ഫുള്ള് ബറഫാണ്. അതെ, അവിടുന്ന് ഊപ്പർസെ ആളുകൾ വരുന്നുണ്ടോ? അവര് സബ്മിറ്റ് ചെയ്തിട്ട് വരും. അവർ ഇന്ന് സബ്മിറ്റ് അടിച്ചിട്ട്. ഈ പുള്ളിയുടെ കാലം ക്രാമ്പണമൊന്നും ഇല്ലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. അതിന്റെ പേര് ഗേറ്ററോ? भैया ये गेटर के बिना ऊपर जा सकते हैं? हम लोग ऊपर नहीं, नीचे से जुड़ा का तालाब तक जाना गया उधर नहीं? हाँ, जुड़ा का तालाब जा सकते हो, जा सकते ऐसे और वो 4 बार फिसला तो जा सकते। जरूरी तो नहीं था, मेरा वाला बताना मीटर होगा, ज्यादा नहीं, इतना ही है। ओके ना जाएगा वो पूरा फ्रोजन है क्या? फ्रोजन है। यहाँ से फिर ऊपर चढ़ना थोड़ा टाइम लगेगा, लेकिन ये स्लिपी है पूरे, बिना गेटर के बहुत फिसलेगा। स्लिप हो रहा है ज्यादा है। मेरा तो बहुत 3-4 बार गिरते 4 बार हम बच गए हैं। എടാ ഞാനും തെന്നുണ്ട് കേട്ടോ. രണ്ട് വടി ഒപ്പിക്കാൻ പറ്റും. സ്ലിപ്പറിയാ. देखा ചേട്ടാ വടി തരുമോ? डेस्टाइन വടി തരുമോ? चल के जा रहे थे, स्लिप हो रहे, दौड़ के चला गया। होता है डेस्टाइन मेरे भाई, होता है। ഇവര് ജുഡോ വരെ പോവാന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര സ്ലിപ്പറിയാന്നാ ഇവര് പറഞ്ഞു. ചിലപ്പോ തെന്നും. ഈ ചേട്ടൻ 1 വട്ടം, മറ്റേ ചേട്ടൻ 4 വട്ടം വീണു. जाना होगा लेकिन बहुत सेफ्टी से, मतलब ये देखे ना अभी आपका വെരി സ്ലിപ്പറി. ഇവര് ഭയങ്കര സ്ലിപ്പറി ആണെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ പോകാം. ഒരു വീഡിയോയിലെത്താൻ പുള്ളിയെ നമ്മൾ സ്റ്റിക്ക് അടിച്ചു. എടാ എനിക്കും കൂടെ, എടാ എനിക്കൂടെ എനിക്ക് രാഹുൽ അല്ലേ? ചായ പിടിക്കാത്തൂലോടാ. എടുത്തെടുത്തു, വീഡിയോ എടുത്തു. ഇവരെ നമുക്ക് സ്റ്റിക്കാണ് ഏതായാലും പോവാൻ വേണ്ടി. ഈ സ്റ്റിക്കും കൊണ്ട് പോക്കോളെ. താത്തയോ? ഇവരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരിച്ച് സാധനം കൊടുക്കണം. എന്നാടാ ആയിട്ട് കുത്തിയോ? വാ നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ട് മേലോട്ട് പോയി നോക്കാം. വിവേക് ഫസ്റ്റ് ടൈം ഒന്ന് സ്ലിപ്പ് ചെയ്തു. ഇനി ഇവിടെ നല്ല സ്ലിപ്പറിയാണ്. അയ്യോ എന്റെ ഗ്ലൗസ് ആണ് പോയി. ജയ് ചേട്ടനൊരു ക്രാമ്പണും ഇല്ല, ഒന്നുമില്ല. ചേട്ടൻ നേരെ ഒരു ആ കരി ചോദിച്ചോട്ട് പോവാ. ചേട്ടനെ പറയുമ്പോഴും കയറി പോന്നു. നമ്മൾ ആദ്യം കയറിയ വഴിയെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കയറി വന്നു. അവർ കയറി വരുന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് എടുത്തുള്ളൂ ഇവിടെ വരാൻ. സോ ഇതാണ് ഈ പറഞ്ഞ ജുഡാക്ക തലാബ്. കണ്ടോ, ഫ്രോസൺ ആയിട്ട് കിടക്കണണ്ട. ഇതാണ് സ്ഥലം. സംഭവം ലേക്ക് ഫുള്ള് ഫ്രോസൺ ആണ്. ഓക്കെ, ആളുകളൊക്കെ അതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ആരും തെന്നടിച്ച് വീഴാണ്ട് നിൽക്കുകയാണെന്ന് തോന്നണം. ഇതാണ് ഈ പറഞ്ഞ ലേക്ക്. എനിക്ക് എക്കിലെടുക്കണം. ഞാൻ കുറച്ച് ശ്വാസം എടുക്കട്ടെ. ഓക്കെ, ഇതാ ഫൈനലി വിവേകും
എത്തിയിരിക്കുന്നു ഗൈസ്. നേരത്തെ എത്തിയായിരുന്നു, നേരത്തെ എത്തിയായിരുന്നു. എത്തിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു, ഷോർട്ട് വീഡിയോ. ചുമ്മാ ഈ തലാബിനെ കുറിച്ച് പറഞ്ഞു, ഫ്രോസൺ ലേക്കായിട്ട് കിടക്കുന്നു. നമ്മൾ ആക്ച്വലി കേദാർനാഥിന്റെ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ്. കാരണം നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ജുദാക്ക തലാബ്. ഇത് നമ്മുടെ ടെന്റ് കുറച്ച് താഴെയായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 300-400 മീറ്റർ അത്യാവശ്യം വരണം ഇങ്ങോട്ട്. അതെ, ഇതാണ് ജുദാക്ക തലാബ്. എനിക്ക് എന്തൊരു ഭംഗിയല്ലേ നമ്മൾ ഒരു ഫ്രോസൺ ലേക്ക്. ഇതൊന്നും വീട്ടിൽ ഇരുന്നാൽ കിട്ടില്ല കേട്ടോ, അത് ഉള്ളത് പറയാമല്ലോ. അയ്യോ, തെന്നി വേണ്ട പോണെന്നേ ഉള്ളൂ. അതാണ് ആ ലേക്ക് ഫുള്ള് ഇങ്ങനെ ഫ്രോസൺ ആയി കിടക്കുകയാണ്. കശ്മീരിലെ രജിസ്റ്റർ കണ്ടില്ല, ദാൽ ലേക്കിന്റെ അതുപോലെ ഒരു സാധനമാണിത്. ഫ്രോസൺ, നമുക്ക് അതിനകത്ത് കയറാം. ദാലേക്ക് പക്ഷേ നമുക്ക് ഒത്തിരി വലുതാന്ന് തോന്നില്ലേ? ദാലേക്ക് ഭയങ്കര വലുതല്ലേ? ദാലിലേക്ക് ഭയങ്കര വലുതാ. അത് ലേക്കല്ലേ? ഇതൊരു ചെറിയ കുളം എന്ന് പറയാം. ഇത് പോണ്ടാണ്, പോണ്ട്. അതെ, ഈ ശരിക്കും ജുഡാക്ക പോണ്ട്. തലാബ് എന്ന് വെച്ചാ എന്താ? പോണ്ട്. ആ ഓ ഓക്കെ. ആ ഇവിടെ ഇറങ്ങിയാൽ തെന്നുമെന്ന് തോന്നുന്നു. എല്ലാരും ക്രാമേട്ടാ നടക്കണേ. അതെ, വിവേക് തന്നെ പോയി, വിവേക് തന്നെ പോയി. ഞാൻ പറഞ്ഞോളൂ തെന്നു. വിവേക് തന്നെ ഒരു 10 മിനിറ്റ് അപ്പുറം ചെന്നു. ക്രാമ്പണില്ലാതെ വഴി പോണ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് രണ്ടുപേർക്കും ഇല്ല. അപ്പൊ നമ്മള് വളരെ കെയർഫുൾ ആയിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നിടിച്ച് താഴെ വീഴും. ചെറിയ സ്റ്റെപ്പ് നടന്നാൽ മതി. ആളുകളൊക്കെ നടക്കണണ്ട ചോദിക്കുക. ഇവിടെ എല്ലാം ഭയങ്കര സ്ലിപ്പറിയാ. ഇങ്ങനെ ഒന്ന് വെച്ചാൽ തെന്നി പോത്തേ ഉള്ളൂ. ഓ സോ ദിസ് ഈസ് ജുഡാക്ക തലാബ്. നമ്മൾ നടക്കുമ്പോ ഇത് പൊട്ടുന്ന സൗണ്ട് കേട്ടോ, ഐസ്. ഇത് അധികം ആളുകൾ നടന്ന സ്ഥലമല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അങ്ങോട്ട് ആക്ച്വലി വെള്ളമായിട്ട് കിടപ്പുണ്ട്. സോ ഇവിടെ അധികം ഫ്രോസൺ ആയിട്ടില്ല. അങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ പൊട്ടി നമ്മൾ വെള്ളത്തിൽ പോകുമെന്ന് തോന്നുന്നു. ഇതിന് എത്ര ആഴം ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. സോ ബെറ്റർ വി വോക്ക് ബാക്ക്. ഇവിടെ ഐസേട്ടർ കണ്ട കണ്ട ഇതൊരു പെങ്കും കുഞ്ഞൊക്കെ കണ്ട. പെങ്കും കുഞ്ഞ് ആ ഓറഞ്ച് ഉടുപ്പൊക്കെ ഇട്ടിട്ട് കട. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഐസാവെന്നാണ് പറയുന്നത്. ഐസ് ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താന്ന് പോയി കഴിഞ്ഞാൽ തോറ്റ് ഫുള്ള് വെള്ളമായിരിക്കും, തണുപ്പായിരിക്കും, മൊത്തം നനയും ചെയ്യും. പിന്നെ ഇപ്പൊ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റണില്ല. ഇവനിപ്പോ തൃശ്ശൂർക്കാരെ പോലെ സംസാരിച്ച് വെള്ളത്തിൽ വീണാ തീർന്നു. നമ്മൾ തന്നെ ഫുള്ള് ഫ്രീസ് ആയിപ്പോ. ഇപ്പൊ ജീവിച്ചിട്ട് കാര്യമില്ല. ഐസ് കട്ട, ഐസട്ട.